ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലുതായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് നിങ്ങൾക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് ഈ കാർഡ്സ് എല്ലാം പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരാണ്. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് സ്വർഡ്സ് കാർഡാണ്. അവരുടെ മനസ്സിലെ ചിന്തകളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. എന്താണ് ഏസ് ഓഫ് സ്വർഡ്സ് കാർഡ് പറയുന്നതെന്ന് നോക്കാം. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ന്യൂ ഐഡിയ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ കൺട്രോൾ അവരിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ കൺട്രോൾ ചെയ്ത് നിൽക്കുകയായിരുന്നു. ആ കൺട്രോളിനെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ എന്തിനു വേണ്ടിയിട്ടാണോ അവർ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, അവിടെ നിന്നും അവർക്ക് ഒത്തിരി നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ അവർ തിരിച്ചറിയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ മഹത്വം. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. അവരുടെ പർപ്പസിനെയാണ് ഇവിടെ കാണിക്കുന്നത്. പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്തുകൊണ്ട് ഇവർ തിരിച്ചു വന്നു? എന്നിൽ നിന്നും ഓൺ ചെയ്ത് പോയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ഉണ്ടാവാത്ത ആ ഒരു ഫീലിങ്സ്, ആ ഒരു സ്നേഹം ഇപ്പോൾ അവരിൽ കാണുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. ഇപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തികൾക്ക്, എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടാകും, പെട്ടെന്നൊരു സ്നേഹം എവിടെ നിന്ന് വന്നു? അതെന്ന് പറയുന്നത് അവർക്ക് തിരിച്ചറിവ് വരുമ്പോൾ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ക്ലാരിറ്റി വരുമ്പോൾ അവർക്ക് മാറ്റം വന്നിട്ടുള്ളതാണ്. പെട്ടെന്ന് വന്ന മാറ്റമല്ല, കുറച്ച് നാളുകളായിട്ട് അവരിലുണ്ടായിട്ടുള്ള മാറ്റം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ്. നിങ്ങളിലേക്ക് എത്തിയാലേ അവർ പൂർണ്ണനാവുകയുള്ളൂ എന്നവർ തിരിച്ചറിയുകയാണ്. അവർ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയിക്കൊണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. ബ്രില്യൻ്റ് മൊമെൻറ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. തിരിച്ചറിവ്, ക്ലാരിറ്റി, നിങ്ങളെന്ന വ്യക്തി എന്താണ്, നിങ്ങളുടെ സ്നേഹം എന്താണ് എന്ന ഒരു കാര്യം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു വ്യക്തത വരുവാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് തിരിച്ചറിവ് വരികയാണ്, നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിങ്ങളില്ലാതെ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നിങ്ങളിലേക്ക് എത്തുവാനുള്ള ആ ഒരു ലക്ഷ്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറെടുക്കുന്നു എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. 9 ഓഫ് വാൻസ് കാർഡ്. അവരിലെ ഡിറ്റർമിനേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരെന്ന വ്യക്തിയിലെ ഫൈനൽ പുഷിനെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ടുള്ള 9 ദിവസം അല്ലെങ്കിൽ 9 ആഴ്ച എന്ന് പറയുന്നു. 9 ഓഫ് വാൻസ്, 9 ദിവസം അല്ലെങ്കിൽ 9 ആഴ്ച അല്ലെങ്കിൽ 9 എന്ന ഡേറ്റ്. ഓക്കെ, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എങ്ങനെ വരണം, നിങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നിങ്ങളെ വളരെയേറെ അവോയ്ഡ് ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോകുമ്പോൾ കൂടിയും അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കോൾ ചെയ്യുമ്പോഴും നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോഴും അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയണം, നിങ്ങളിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. അവർക്ക് ഇനി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കുകയാണ്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാവണം നിങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത്,
മറ്റുള്ളൊരു വാക്ക് കേട്ടിട്ടല്ല ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ ശരികളെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെടുകയാണ്. ഇത്രയും നാളും നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് പോലും അയക്കാത്ത വ്യക്തികളായിരിക്കണം, കോൾ ചെയ്യാത്ത വ്യക്തികളായിരിക്കണം. അവർക്ക് ഒരു തടസ്സം ഉണ്ടായതുപോലെ അവർക്ക് തന്നെ ഫീൽ ചെയ്തു. എന്നാൽ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളിലേക്ക് വന്നാലേ അവർ പൂർണ്ണനാവുകയുള്ളൂ എന്ന വിശ്വാസം അവരിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ജീവിതമേ ഉള്ളൂ. പ്രസന്റ് ലൈഫാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത്. പാസ്റ്റ് ലൈഫ് ഉണ്ടാകാം, ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാകാം. പക്ഷേ ഈ ഒരു നിമിഷം നമ്മൾക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, അല്ലേ? അപ്പൊ അത് തന്നെയാണ് അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്. പ്രസന്റ് ലൈഫ് നിങ്ങളോടൊത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്സ് കാർഡാണ്. അവരിലെ ഇമോഷനെയാണ് കാണിക്കുന്നത്. ഒരു ഡ്രീമറാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന്. അങ്ങനെയല്ല, അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള താല്പര്യത്തെയാണ് ഇവിടെ പേജ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. അവരെന്ന വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിലേക്ക് ആലോചിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, പാസ്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ വളരെയേറെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുകയാണ്. അവരുടെ ഇമോഷനാണ്, നിങ്ങളോട് സ്നേഹമാണ് തോന്നുന്നത്. നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ന്യൂ ലൈഫ് വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അവർക്ക് എവിടെ നിന്നോ ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്ന ഏതൊരു വ്യക്തികൾ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നേ അത് നീ ചെയ്തോളൂ. നിനക്ക് അവരിലേക്ക് പോകാനായിട്ട് മടിയുണ്ടാകാം, കാരണം നീ തെറ്റ് ചെയ്തു പോയി. പക്ഷേ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തന്നെ വരുത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു വ്യക്തി ഉണ്ടാവാം. അവരുടെ മോട്ടിവേഷൻ തന്നെയാണ് അവർക്ക് വളരെയേറെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പോസിറ്റിവിറ്റി തോന്നുകയാണ്. അവരുടെ ലൈഫിൽ നിങ്ങളാണ് എല്ലാ തരത്തിലും അവരെ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അവരെ അവരായിട്ട് അറിഞ്ഞിട്ടുള്ളത് എന്ന് അവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. ഡീപ്പ് റെസ്റ്റിന്റെ ആവശ്യകത അവർക്ക് ഫീൽ ചെയ്യാണ്. കാരണം അവരുടെ കരിയറിൽ പോലും അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് വരാണ്. ഒരു ഹോളിഡേ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവർ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയുന്ന പോലെ ഒത്തിരി പേര് അവർക്ക് ചുറ്റുമുണ്ടെങ്കിലും അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് തിരിച്ചറിവ് വരികയാണ്. അവർ ആലോചിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ്. ആ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ ഹീലാകുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ വിലപിക്കുന്നുണ്ട്. അവർ തനിച്ചിരുന്നു കൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള ജീവിതമാണ്. പാസ്റ്റിനെ അവർക്ക് വളരെയേറെ മിസ് ചെയ്യുന്നു. നിങ്ങളുമൊത്തുള്ള നിമിഷങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു. ഈവൻ നിങ്ങളുടെ ആ ഒരു സ്മെല്ല് പോലും അവരിപ്പോൾ അറിയാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുടെ ഒരു കൈത്താങ് അവരിപ്പോൾ അറിയാണ്, അല്ലേ? നിങ്ങൾ ഒരുമിച്ചിരുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഓരോ സ്നേഹ നിമിഷങ്ങളില്ലേ, അത് അവർ അനുഭവിച്ചറിയാണിപ്പോൾ. വേറെ എവിടെ നിന്നും അവർക്കത് കിട്ടിയിട്ടില്ല. നിങ്ങളാണ് ജെനുവിൻ എന്നവർ മനസ്സിലാക്കാണ്. അപ്പോൾ നിങ്ങളുമൊത്ത് ചിലപ്പോൾ കുറച്ച് സമയം എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ ഒരു പ്രണയ നിമിഷത്തെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതാണ് ഇവിടെ 4 ഓഫ് സ്വാർഡ്സ് കാർഡ് പറയുന്നത്. അവർ വളരെയേറെ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ്. ഒരു ഡീപ്പ് ഹീലിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രെയർ തന്നെയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നില്ലേ എൻ്റെ പേഴ്സണലിലേക്ക് തിരിച്ചു വരണമെന്ന്? ആ ഒരു കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, ഒരു മാറ്റം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ സെൽഫ് ലവ് ചെയ്യാണ്. നമ്മളെ ആദ്യം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ചുറ്റുമുള്ളവരുടെ സ്നേഹവും വരും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ സ്നേഹിക്കുക, സെൽഫ് ലവ് ചെയ്യുക, അവനവൻ്റെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുക, അവനവൻ്റെ ഇഷ്ട ഭക്ഷണം, അവനവൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, ഇഷ്ടപ്പെട്ട വസ്ത്രം. നമ്മൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് എന്ന് തുടങ്ങുന്നു അന്ന് മുതലാണ് നമ്മുടെ പേഴ്സണ് മാറ്റം വരിക.
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ അവർ ചെയ്യുന്നതും ഇത് തന്നെയാണ്. അവർ ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നു, ഹീലാവുന്നു. അപ്പോൾ നിങ്ങളിലും മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവാം, ഇല്ല എന്നല്ല പറയുന്നത്. കാരണം ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അവരെ മിസ് ചെയ്യുന്നുണ്ട്, വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് അവർ അവിടെ ഹീലാവുന്നത് കൊണ്ടാണ്, അവർ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് കാർഡ് പറയുന്നത് 3 ഓഫ് പെന്റക്കിൾ ആണ്. എന്താന്ന് നോക്കാം. ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചു കഴിഞ്ഞു. യൂണിവേഴ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നാവാം. ഒരു ലെസൺ പഠിച്ചൊരു വ്യക്തിയുടെ എനർജി പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടി, എങ്ങനെ കണ്ടുമുട്ടി, നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങൾ ഒക്കെ അവർ ഓർത്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു ടീം വർക്കൊക്കെ ഇവിടെ കാണിക്കുന്നു. ഇവിടെ മാനിഫെസ്റ്റിംഗ് ടുഗദർ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടു കൂട്ടരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയേറെ മിസ് ചെയ്യുന്ന പോലെ അവർക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ മനസ്സിലുള്ള കാര്യം ഒന്ന് തന്നെയാണെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന, മുന്നോട്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നു. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അവര് നിങ്ങളെ പിന്തുടരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാന്ന് പറഞ്ഞാൽ മുന്നിൽ നിങ്ങളായിരിക്കണം, അല്ലേ? അപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട്, നിങ്ങളെ പിന്തുടരാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി ഈ കാർഡ് പറയുന്നു. അതിനവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൊളീഗ്സോ നിങ്ങളെക്കുറിച്ച് അറിയുന്ന വ്യക്തികളോ ഉണ്ട്. നെക്സ്റ്റ് കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഒരു മാറ്റാണ് കാണിക്കുന്നത്, ഒരു ചേഞ്ചിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ, ഒരു സെപ്പറേഷനിലാണെങ്കിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോവാണ്. വീല് നിങ്ങളിലേക്ക് തിരിയാണ്. ഇത്രയും നാളും നെഗറ്റീവാണ് നിങ്ങളിലേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിന് മാറ്റം വന്നു, ചേഞ്ച് സംഭവിച്ചു. അവർ നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവരാണ് നിങ്ങളെ ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള റൊമാൻറ്റിക് നിമിഷങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. കണക്റ്റഡ് ഹേർട്ടിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളെ ഇട്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ല. അവര് നിങ്ങളിലേക്ക് തന്നെയാണ് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെയും എൻഡായി പോവില്ല. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് എനിക്ക് ഉണ്ടാകുന്നു, അവരെ മിസ് ചെയ്യുന്നു. വേറെ എവിടെയും ഈ ഒരു സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല, എന്തെന്നറിയില്ല. അവരുടെ ആ ഒരു സ്മെല്ല് പോലും എനിക്കിപ്പോൾ ഫീൽ ചെയ്യാണ്. അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. 4 ഓഫ് വാൻഡ്സ് കാർഡ്. ഒരു സെലിബ്രേഷനാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു പ്രോസ്പെരിറ്റിയാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സക്സസ് എന്നാണ് പറയുന്നത്. ഇതൊരു കമ്മിറ്റ്മെന്റിലേക്കും മാരേജിലേക്കും എത്തുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു റീയൂണിയൻ തന്നെയാണ്. ഒത്തിരി സന്തോഷിക്കുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവാം, പക്ഷേ നിങ്ങളുടെ മനസ്സ് തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളും അവരും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുവാനുള്ള എല്ലാ സാധ്യതയും കാണിക്കുന്നുണ്ട്. നിങ്ങളും അവരുമൊത്തുള്ള നല്ലൊരു നിമിഷത്തെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യാണ്. അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളൊത്തുള്ള ബെറ്റർ ലൈഫ് അവർ ആഗ്രഹിക്കുന്നു, ബ്രില്യൻ്റ് ലൈഫ് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു, അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. അവർക്ക് ഇനി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്, നിങ്ങളെ പിന്തുടരാണ് അവർ ചെയ്യുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
കറണ്ട് ഫീലിംഗ് ആണ്, കറണ്ട് എനർജിയാണ്, നിങ്ങളുടെയും അവരുടെയും എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു റീബർത്ത് മസ്റ്റ് ആണ്, നിങ്ങളിലേക്ക് ഒരു തുടക്കമാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കില്ല എന്ന് തിരിച്ചറിവാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി എന്താ ഞാൻ പറയണ്ടേ? അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്നൊന്ന് ഓറക്കൽ കാർഡ് വെച്ച് നോക്കാം. കുറെ പേരായി പറയുന്നു ക്ലൂ വേണമെന്ന്. അപ്പൊ നമുക്ക് ഓറക്കൽ കാർഡും കൂടി നോക്കാം. ഇവിടെ 3 കാർഡ്സ് ആണ് നമ്മൾ ഓറക്കൽ കാർഡ് വെച്ചിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് പറയുന്നത് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. എൻ്റെ തെറ്റ് തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ഈ ഒരു സെപ്പറേഷന് കാരണം എന്നവർ തിരിച്ചറിയാണ്. അപ്പോൾ അത് തിരുത്താനായിട്ട് എത്രയും പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ പറയുകയാണ്, അവർ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡെസ്പൈറ്റ് ദി ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസിലായാലും നമ്മുടെ സ്നേഹം ഇവിടെ തന്നെ ഉണ്ട്, അതെവിടെയും പോയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് അത്രയും കണക്റ്റഡ് ആണെന്ന് അവർ തിരിച്ചറിയാണ്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം, പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ പറയുന്നു. അവര് നിങ്ങളെ അറിയുന്നു, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ അറിയുന്നു എന്ന് ഈ കാർഡ് പറയുന്നു. എത്ര ഡിസ്റ്റൻസ് ആയാലും നമ്മുടെ സ്നേഹം ഇവിടെ തന്നെ ഉണ്ടെന്ന് അവർ പറയണമെങ്കിൽ അവർ നിങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് ഐ എം ഓൾവേസ് ലോഗിങ് ഫോർ യു. ഞാൻ നിന്നിൽ അതിയായി ആഗ്രഹിക്കുകയാണ്, എനിക്ക് അത്രയേറെ ഇഷ്ടം നിന്നോട് തോന്നാണ്, ഞാൻ നിന്നെ കൊതിക്കുകയാണെന്നൊക്കെ പറയില്ലേ, അതാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വേട്ടയാടുന്നു, നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് എല്ലാം പറയുന്നത്. അവർ നിങ്ങളോട് സോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, അവർ ചെയ്ത തെറ്റിനെ അവർ തിരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് എവിടെയും എൻഡായി പോകുന്ന ഒന്നല്ല എന്ന് തിരിച്ചറിവാണ് വരുന്നത്. നിങ്ങളെ അത്രമാത്രം പ്രണയിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.